അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഖുർആനിലെ 44-ാം അധ്യായം അദ്ദുഖാനാണ് നമ്മൾ പഠിക്കുന്നത്. മക്കയിൽ അവതരിച്ച അധ്യായമാണ്. 59 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. ഹാമീം എന്ന കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഖുർആനിൽ 29 അധ്യായങ്ങൾ അൽ ഹുറൂഫുൽ മുഖത്ത കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന അധ്യായങ്ങളാണ്. അള്ളാഹു പറയുന്ന കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഹാമീം വൽ കിതാബിൽ മുബീൻ. ഈ തെളിഞ്ഞ വേദമാണേ സത്യം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഒരനുഗ്രഹീത രാവിലാണ് നാം ഇത് അവതരിപ്പിച്ചത്. ഇന്ന കുന്ന മുന്തിരീൻ. എന്തിനാണ്? ജനത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. ഖുർആനെ സാക്ഷിയായി ഈ അധ്യായത്തിൽ ഇങ്ങനെ പറയാൻ കാരണം, ഇത് മുഹമ്മദ് നബിയുടെ നിർമ്മാണമല്ല, ഇത് മുഹമ്മദിൻ്റെ വാക്കുകളല്ല, അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. അതിനുള്ള തെളിവ് നിങ്ങൾ എവിടെയും അന്വേഷിക്കേണ്ടതില്ല. ഖുർആൻ സ്വയം തന്നെ അതിന് മതിയായ തെളിവുകളാണ്. ഖുർആനിൻ്റെ ദൈവികതയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ മുൻപ് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പറയുന്നത് അനുഗ്രഹീത രാവിലാണ് ഇത് അവതരിച്ചത് എന്നാണ്. നന്മ തിന്മകളെക്കുറിച്ച് ബോധമില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി ഈ വേദത്തിൻ്റെ ആഗമനത്തെ ഒരു വിപത്തായി മനസ്സിലാക്കുന്നതിന് പകരം അത് അനുഗ്രഹമായി മനസ്സിലാക്കണം. ഈ വേദം ഒരു രാത്രിയിലാണ് അവതരിപ്പിച്ചത്. അതിന് പണ്ഡിതന്മാർ നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്: ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചത് ആ രാത്രിയിലാണ്. ഖുർആൻ മുഴുവൻ ഉമ്മുൽ കിതാബിൽ നിന്ന് നീങ്ങി ദിവ്യ സന്ദേശവാഹകരായ മലക്കുകളിൽ ഏൽപ്പിക്കപ്പെട്ടത് ആ രാത്രിയാണ്. അങ്ങനെ 23 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മലക്ക് ജിബ്രീലിലൂടെ ഖുർആൻ അവതീർണമായി. സൂറത്തുൽ ഖദറിൽ ലൈലത്തുൽ ഖദർ എന്ന രാത്രി തന്നെയാണ് ഇപ്പറഞ്ഞ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന രാത്രിയും. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ എന്ന് വളരെ കൃത്യമായി സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഫീഹ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം അംറൻ മിൻ ഇൻദിന ഇന്നാ കുന്ന മുർസിലീൻ. സകല കാര്യങ്ങളും നമ്മുടെ പക്കൽ നിന്നുള്ള കൽപ്പനയാൽ യുക്തിയുക്തമായി തീരുമാനിക്കപ്പെടുന്ന രാവായിരുന്നു അത് എന്നാണ്. അംരിൻ ഹക്കീം, യുക്തിയുക്തമായി തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ. സൂറത്തുൽ ഖദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ നിന്നുള്ള അവതരണത്തെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ആ രാത്രിയിൽ മലക്കുകളും റൂഹും, അഥവാ റൂഹ് എന്നത് മലക്ക് ജിബ്രീലാണ് എന്ന് നമുക്കറിയാം, അള്ളാഹുവിൻ്റെ അനുമതിയോടെ സകല വിധികളും കൊണ്ടിറങ്ങുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം ഇതാണ്: അള്ളാഹുവിൻ്റെ രാജകീയ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു രാത്രിയുണ്ട്. അന്നവൻ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ഭാഗധേയങ്ങൾ നിർണ്ണയിച്ച് തൻ്റെ മലക്കുകളെ ഏൽപ്പിക്കും. പിന്നെ ആ മലക്കുകൾ അതുപ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ചില മുഫസ്സിറുകൾ എന്ന് വെച്ചാൽ ഇക്രിമയെ പോലുള്ള ചില മുഫസ്സിറുകൾ ഇത് ഷഅബാൻ 15 രാത്രിയാണെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റു ചിലരും ഷഅബാൻ 15 ഭാഗധേയം നിർണ്ണയിക്കപ്പെടുന്ന ഹദീസിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക എന്നത് ഷഅബാൻ 15 എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഇത്തരം നിവേദനങ്ങൾ ഖണ്ഡിതമായ പ്രമാണങ്ങൾക്കെതിരെ നിലനിൽക്കുകയില്ല. എന്നുവെച്ചാൽ ഖുർആൻ പറയുന്നു റമദാനിലാണ് അവതരിച്ചത്. അപ്പോൾ ഹദീസിലെ അഭിപ്രായങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അത് ഷഅബാൻ 15 എന്ന് പറയേണ്ടതില്ല. മാത്രമല്ല അഹ്കാമുൽ ഖുർആനിൽ
ഖാളി അബൂ ബക്രിബ്നുൽ അറബി പറയുന്നു, ഷഅബാൻ 15 രാത്രിയെ സംബന്ധിച്ചുള്ള ഒരു ഹദീസും അവലംബാർഹമല്ല. അതിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചുള്ളതും ആ രാത്രിയിൽ ഭാഗധേയം നിർണയിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ളതും, അതിനാൽ നമ്മളതിനെ പരിഗണിക്കേണ്ടതില്ല, അത് അവലംബാർഹമല്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇബ്നു കസീർ പറയുന്നു, ഷഅബാൻ മുതൽ ഷഅബാൻ വരെയുള്ള ഭാഗധേയങ്ങൾ നിർണയിക്കപ്പെടുന്നു എന്ന് ഇമാം സുഹരി ഉദ്ധരിച്ച ഉസ്മാൻ ബിൻ മുഹമ്മദിൻ്റെ നിവേദനം മുർസലാണ് എന്ന്. മറ്റൊരു കാര്യം പഠിക്കാനുള്ളത് അംറിൻ ഹക്കീം എന്നാണ്. ഇതിന് രണ്ടർത്ഥമുണ്ട്. ആ വിധി തികച്ചും യുക്തി അധിഷ്ഠിതമാണ്. എന്തെങ്കിലും അബദ്ധമോ അപാകതയോ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുണ്ടാവുകയില്ല. രണ്ടാമത്തെ കാര്യം, അത് പരിപക്വവും സുഭദ്രവുമായ തീരുമാനമാണ്. അതിൽ മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല എന്നാണ് അംറിൻ ഹക്കീം എന്നതിൻ്റെ ആശയം. പിന്നീട് പറയുന്നത് റഹ്മത്തൻ മിൻ റബ്ബിക ഇന്നഹു ഹുവസ് സമീഉൽ അലീം. റഹ്മത്ത്, കാരുണ്യം, നിന്റെ നാഥങ്കിൽ നിന്നുള്ള അനുഗ്രഹമായിക്കൊണ്ട് നിശ്ചയം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ദൈവദൂതനെ നിയോഗിക്കുന്നത്, ഖുർആൻ അവതരിപ്പിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് എന്ന് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ കുറിച്ച് നമുക്കറിയാം. എല്ലാവരുടെയും റബ്ബാണ് അള്ളാഹു. റുബൂബിയത്തിൻ്റെ താല്പര്യം എന്നത് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, ഭക്ഷണം, വെള്ളം തുടങ്ങിയവ ഒരുക്കുക മാത്രമല്ല, ശരിയായ അറിവിലൂടെ അവർക്ക് മാർഗദർശനം, ഹിദായത്ത് നൽകുക എന്നതുകൂടി അത് താല്പര്യപ്പെടുന്നുണ്ട്. സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അവർക്ക് അറിവ് കൊടുക്കണം. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറാനുള്ള സാഹചര്യം മനുഷ്യന് ഒരുക്കി കൊടുക്കുക എന്നതും അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ താല്പര്യമാണ്. ആ ഒരർത്ഥത്തിൽ പ്രവാചകന്മാരും വിശുദ്ധ ഖുർആനും ദിവ്യബോധനങ്ങളുമെല്ലാം റഹ്മത്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ ശരിയാവണ്ണം പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് കേവലാക്ഷരങ്ങൾ 29 അധ്യായങ്ങളിൽ ഉണ്ട്. മുബീൻ എന്നത് വ്യക്തമായത് എന്നാണ് അർത്ഥം. ലൈലത്തുൽ മുബാറക്ക എന്നത് അനുഗ്രഹീതമായ രാത്രി എന്നാണ്. അംറിൻ ഹക്കീം എന്നത് വിധി തികച്ചും യുക്തിയിൽ അധിഷ്ഠിതമാണ് എന്നാണ്. റഹ്മത്ത് മിൻ റബ്ബിക, ഖുർആനും പ്രവാചകന്മാരുമെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നുകൂടി അള്ളാഹു പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് 6-ാം സൂക്തം അവസാനിക്കുന്നത്. അള്ളാഹുവിൻ്റെ 2 വിശേഷണങ്ങൾ, അള്ളാഹു സമീആണ്, അള്ളാഹു അലീമാണ്, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.